സർ, കണ്ണൂരിലെ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച് ഭാര്യ മഞ്ജുഷയ്ക്ക് പല സംശയങ്ങളുണ്ട്. CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അവർ ഉന്നയിക്കുന്ന കുറേ സംശയങ്ങളാണ്. കാരണം മറ്റാരെങ്കിലും കൊന്നിട്ട് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കിയതാണോ? അപ്പോൾ ആ കുടുംബത്തിൻ്റെ ആശങ്ക അകറ്റേണ്ടത് സംസ്ഥാന സർക്കാരാണ്. അപ്പം അവർ ആശങ്ക അകറ്റാത്തതുകൊണ്ട് പറയുന്നു അന്വേഷണം ശരിയായ ദിശയിൽ പോകുന്നു, സർക്കാർ നിലപാട്. പക്ഷേ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ ഇത്രയും സംശയങ്ങളൊക്കെ ഉളവാക്കാനും മാത്രം സർക്കാർ കള്ളക്കളി നടത്തുന്നുണ്ടോ? അല്ല, നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ തുടക്കം മുതലേ ഗവൺമെൻറ് ഏജൻസി ഒരു അതീവ താല്പര്യം കാണിക്കുന്നത് പോലെ നമ്മൾ കാണുന്നു. ഇതിനകത്ത് ഉൾപ്പെട്ടു എന്ന് കരുതുന്ന തൽപര കക്ഷികളൊക്കെ ഇത് ആത്മഹത്യ എന്ന ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനാണ് ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ആ നിലയ്ക്ക് ആത്മഹത്യയ്ക്ക് തെളിവുകൾ തേടി പോവുകയായിരുന്നു. അപ്പോൾ പോലീസിന് ചില വീഴ്ചകൾ പറ്റി, ചില പൊരുത്തക്കേടുകൾ അന്വേഷണത്തിലുമൊക്കെ കണ്ടു. തിടുക്കം കൊണ്ടുള്ള പോസ്റ്റ്മോർട്ടം, ബന്ധുക്കളുടെ അസാന്നിധ്യം, ഇങ്ങനെ. ഇപ്പോൾ ബന്ധുക്കൾ പറയുന്നു, പ്രത്യേകിച്ചും മരിച്ച നവീൻ ബാബുവിൻ്റെ സഹധർമ്മിണി ആയിരുന്ന ഒരു തഹസിൽദാർ കൂടിയായിരുന്നു അവർ പറയുന്നു ഇത് കൊലപാതകമാണെന്ന്. അപ്പോൾ കൊലപാതകമാണെന്ന് ഭാര്യ പറയുന്ന സാഹചര്യത്തിൽ അതവർ കോടതിയിൽ ആ കാര്യം കാര്യകാരണ സഹിതം ഒരു ഹർജിയായി കൊണ്ടുവന്ന് അവതരിപ്പിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ഇതിനെ ആത്മഹത്യ എന്ന് വിളിക്കുന്നത് അവസാനിപ്പിക്കേണ്ടതാണ്. നവീൻ ബാബുവിൻ്റെ മരണം ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ ദുരൂഹ മരണമാണ്. ദുരൂഹ മരണം സംഭവിച്ച മുൻ ADM നവീൻ ബാബുവിന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഒരു ഏജൻസി അന്വേഷിച്ചേ പറ്റൂ. അത് ഇന്നത്തെ നിലയിൽ ഏറ്റവും കോമ്പിറ്റൻ്റായ അന്വേഷണ ഏജൻസി CBI ആണ്. ആ CBI അന്വേഷണത്തിന് ഇത് വിടുമോ കോടതി എന്നതാണ് ഇപ്പോൾ നമ്മളെ ആരാഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം. അത് ഒരു വാദപ്രതിവാദത്തിന് ശേഷം ഹൈക്കോടതി വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായാൽ കേസ് ഏറ്റെടുക്കാമെന്ന് CBI അറിയിച്ചിട്ടുമുണ്ട്. ഹൈക്കോടതിയുടെ ഉത്തരവ് എന്താണ്, അത് ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ കേൾക്കുമോ, അവർക്ക് നീതി കിട്ടുമോ എന്നാണ് അറിയേണ്ടത്. ഇൻ കേസ് അവരുടെ അഭ്യർത്ഥന കോടതി മാനിക്കാതിരിക്കുകയാണ്, ഇത് കേരളത്തിലെ നല്ല കാര്യക്ഷമമായ പോലീസ് ഏജൻസിയാണ് അന്വേഷിക്കുന്നത്, അതിന് വേറെ പൊരുത്തക്കേടൊന്നും ഇല്ല എന്നാണ് കോടതിയുടെ ഫൈൻഡിങ് എങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപരി കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ അവർക്ക് അവരുടെ പ്രേയുമായി പോകാം, അപ്പീൽ കൊടുക്കാം. അപ്പോൾ അതിനുള്ള സാധ്യത ഇവിടെ അന്വേഷണത്തിന് CBI അന്വേഷണത്തിന് ഉത്തരവിട്ടില്ല, അവർ തീർച്ചയായിട്ടും സുപ്രീം കോടതിയിൽ പോകും. അപ്പോൾ അവിടെയും കൂടി ഈ ന്യായങ്ങൾ പരിശോധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത്രയും വരെ ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവസരവും ഈ കേസിലുണ്ട്. അന്തിമമായി ഇത് CBIയുടെ കയ്യിലെത്തുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അത് കൊലപാതകമാണെങ്കിൽ ഏതൊരു കൊലപാതകത്തിനും ഒരു ലക്ഷ്യമുണ്ട്, ഒരു മോട്ടീവുണ്ട്. ആ മോട്ടീവ് നവീൻ ബാബുവിനെ ആർക്കാണ് കൊല്ലേണ്ടിയിരുന്നത്, എന്തിനാണ് കൊല്ലേണ്ടിയിരുന്നത്, ഇത് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം പിന്നീട് വരുന്ന ഈ ഏജൻസിയാണ്. അപ്പോൾ കൊലപാതകം ആണെങ്കിൽ അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം. അപ്പോൾ ആ മോട്ടീവ് ഉണ്ടെങ്കിലേ യഥാർത്ഥത്തിലുള്ള പ്രതികളിലേക്ക് അത് എത്തുകയുള്ളൂ. സർ, ഏറ്റവും കൂടുതൽ പുറത്തു വന്ന നവീൻ ബാബുവിൻ്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇൻക്വസ്റ്റിൽ അത് കണ്ടെത്തിയിട്ടും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ എടുത്ത കാര്യങ്ങൾ അറിയിച്ചില്ല എന്ന് പറയുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുമ്പോൾ ഈ മഞ്ജുഷയോ ബന്ധുക്കളോ ഒന്നും അവിടെ എത്തിയില്ല. മാത്രമല്ല, പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തരുതെന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയാൽ മതിയെന്നും കളക്ടറോട് ഇവർ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് കേൾക്കാതെ PP ദിവ്യ എന്ന് പറയുന്ന ആരോപണ വിധേയയായ ഒരു സ്ത്രീയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന ഇതേ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതിനകത്തൊരു ദുരൂഹത അവിടെ അവശേഷിക്കുന്നില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഈ മരണത്തിന് ശേഷം നടന്ന എല്ലാ രീതികളിലും പൊരുത്തക്കേടുകളുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റത്തിൽ ഇപ്പോൾ കളക്ടറുടെ പേര് പറഞ്ഞല്ലോ, കളക്ടർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റം, അവിടുത്തെ പോലീസിൻ്റെ കണ്ടെത്തലുകൾ പോലും അവഗണിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ രാഷ്ട്രീയ പശ്ചാത്തലം, എന്തിന് തൊട്ടടുത്ത് കിടന്ന ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകാതെ അതിനേക്കാൾ ദൂരമുള്ള പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ഈ പറഞ്ഞ ഇതിലെ പ്രതിയായി ഇപ്പോൾ വന്നിട്ടുള്ള ആളിൻ്റെ ഭർത്താവ് ജോലി ചെയ്യുന്ന ആശുപത്രിയാണ്. കൂടാതെ ഈ നവീൻ ബാബുവിനെതിരെ ഗവൺമെൻറ്റിന് തിടുക്കം പൂണ്ട് അന്ന് രാത്രി തന്നെ പരാതി അയച്ച പ്രശാന്തൻ്റെ ജോലിയും അവിടെയാണ്. അതെ,
പ്രശാന്തിൻ്റെ ഇപ്പോൾ പിന്നെ പരാതിയിലാണല്ലോ നവീൻ ബാബു അഴിമതിക്കാരനാണെന്ന് പറയും. അതെ, ആ അഴിമതിയെ പറ്റിയാണല്ലോ ഈ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ അവിടെ വന്ന് പരസ്യ വിമർശനം നടത്തി. അതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തു എന്നാണ് കഥ. ഇതിനകത്ത് ഒരുപാട് അവിശ്വസനീയത മൊത്തം സംഭവത്തിലുണ്ട്. അത് യഥാർത്ഥത്തിൽ അതിൻ്റെ ദുരൂഹത മാറ്റുകയും സത്യസന്ധമായ അന്വേഷണത്തിലേക്ക് എത്തുകയും വേണമെങ്കിൽ ഇന്നത്തെ നിലയിലുള്ള അന്വേഷണം പോരാ എന്ന് ഏകദേശം കോടതിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കോടതി ഈ കേസ് ഡയറി പരിശോധിച്ചിട്ടാണ് വിധി പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരം അനുസരിച്ചാണെങ്കിൽ ശരിയായ ഒരു ദിശയിലല്ല അന്വേഷണം പോകുന്നതെന്നാണ് നമ്മൾ വാർത്തകളിൽ നിന്നും മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കോടതി ഒരു തീരുമാനമെടുക്കും. കോടതിയുടെ തീരുമാനം ഈ മഞ്ജുഷയുടെ അപേക്ഷയ്ക്ക് അനുസരിച്ച് അവർക്ക് തൃപ്തികരമല്ലെങ്കിൽ അവർ സുപ്രീം കോടതി പോകും. ഇപ്പോൾ ഇവിടെ ഈ അടിവസ്ത്രത്തിൽ രക്തം പുരണ്ടിരിക്കുന്നു പറയുന്നു. അപ്പം ഈ വടക്കൻ കേരളത്തിൽ ഈ കളരി ഉൾപ്പെടെയുള്ള മർമ്മവിദ്യകളൊക്കെ അറിയാവുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഒരാൾ ശക്തമായി വയറ്റിലിടിച്ചാൽ പുറത്ത് മുറിവുകളൊന്നും കാണാതെ വേണമെങ്കിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടാക്കി ഒരാൾ കൊല്ലപ്പെടാം സാധ്യതയാണ്. അപ്പോൾ അങ്ങനെ ചില സാധ്യതകൾ സംശയങ്ങൾ നിലനിൽക്കുന്നു. പിന്നെ ഇത്രയും ഹൈറ്റ് 55 കിലോയിലധികം ഭാരമുള്ള ഒരാൾ ഒരു ചെറിയ കയറിൽ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്നു. നമ്മൾക്കറിയാം നമ്മുടെ നാട്ടിലൊരു സാധാരണക്കാരൻ തൂങ്ങി നിന്നാൽ പോലീസ് പോയി പല ആംഗിളിൽ ഫോട്ടോ എടുക്കും, ഇത് മീഡിയയ്ക്കെല്ലാം ചോർത്തി കൊടുക്കുകയും ചെയ്യും അല്ലേ. ഇതിങ്ങനെയാണ് അയാളുടെ മുട്ട് താഴെ കുത്തി സംശയം ഉണ്ടെന്ന് പറയും. ഇവിടെ ADM എന്ന് പറയുന്ന ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ മരിച്ചിട്ടും അദ്ദേഹം എവിടെയാണ് തൂങ്ങി നിന്നത്? മുറിക്കുള്ളിലാണോ ബാത്റൂമിലാണോ? അതിൻ്റെ ഫോട്ടോസ് ഒന്നും വരുന്നില്ല. ഇൻക്വസ്റ്റിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വരുന്നില്ല. മാത്രമല്ല അദ്ദേഹത്തെ തലേ ദിവസം കൊണ്ടുപോയ ഡ്രൈവർ അവിടെ ഉണ്ടായിട്ടും ആ മുറിക്ക് ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് കയറാൻ അയാൾ ധൈര്യപ്പെടുന്നില്ല, തയ്യാറാകുന്നില്ല. ദുരൂഹതകളേറെയുണ്ട്. അപ്പോൾ CPM താല്പര്യമുള്ള കേസ് അന്വേഷിക്കുന്ന പോലീസിന് താല്പര്യമുള്ള ആരെയൊക്കെയോ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നില്ലേ എന്ന ഒരു തോന്നലുണ്ട്. ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ കേസിൻ്റെ പോക്ക് അന്വേഷണം ശരിയായ മാർഗത്തിലല്ല എന്നൊരു തോന്നലുണ്ട്. അതും കൂടെ മാറ്റണം. പൊതു താല്പര്യവും കൂടെ പരിഗണിച്ചാണല്ലോ ഇത് CBI എടുക്കണം എന്ന് ആവശ്യപ്പെടുന്നത്. അതിനേക്കാൾ ഉപരി പിന്നെ വിധവയ്ക്ക് നീതി വേണം എന്നൊരു തോന്നലുമുണ്ട്. അത് കോടതിയാണ് പരിശോധിക്കേണ്ടത്. ഒരുപാട് ദുരൂഹതയുണ്ട്, ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഡ്രൈവറുടെ മൊഴി, പിന്നെ മുനീശ്വരൻ കോവിലിൻ്റെ അടുത്ത് ഇദ്ദേഹത്തെ രാത്രിയിൽ ട്രെയിനിന് പോകാനായിട്ട് കൊണ്ടുവിട്ടു എന്ന് പറയുന്നുണ്ട് ഡ്രൈവർ. അവിടെ നിന്ന് ഇയാൾ എങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്വാർട്ടേഴ്സിലെത്തി? അത് വേറൊരു മാർഗത്തിലാണല്ലോ, ഇയാൾ കൊണ്ടുവിട്ടിട്ടില്ല. ഇല്ല, ഒരു ഓട്ടോയിലാണെങ്കിൽ ഇത്രയും സെൻസിറ്റീവായ കേസാകുമ്പോൾ ഈ ഓട്ടോ ഡ്രൈവർ പറഞ്ഞ പോലീസ് ആ ഓട്ടോ ഡ്രൈവറെ കണ്ടുപിടിച്ചിട്ടില്ല. ആ വീടിൻ്റെ ഫോറൻസിക് വിരലടയാള വിദഗ്ധൻ പരിശോധിച്ച് വിരലടയാളങ്ങൾ ആരൊക്കെ വന്നുപോയി എന്താണ് അത് പരിശോധിച്ചതായിട്ട് വിവരമില്ല. പിന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വേളയിൽ, ഇൻക്വസ്റ്റ് വേളയിലും പോസ്റ്റ്മോർട്ടം വേളയിലും രക്തബന്ധുക്കൾ സമീപത്തുണ്ടായിരിക്കണം എന്ന് നിയമമുണ്ട്. അത് പാലിക്കപ്പെട്ടിട്ടില്ല. പിന്നെ കളക്ടറോട് ആവശ്യപ്പെട്ടു ഇത് അവിടെ പരിഹാരത്ത് ചെയ്യരുത് എന്ന് അവർ ആവശ്യപ്പെട്ടു എങ്കിൽ അതെന്തുകൊണ്ട് മാനിച്ചില്ല? ഒരാളുടെ ഇങ്ങനെ ഒരു സെൻസേഷണലായ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഏറ്റവും മിനിമം തൻ്റെ ഇമ്മീഡിയറ്റ് സബോർഡിനേറ്റായ ഒരു ഉദ്യോഗസ്ഥൻ്റെ ദുരൂഹ മരണത്തെക്കുറിച്ച് കളക്ടർ എന്തുകൊണ്ട് അങ്ങനെ അത് വേണ്ട, ഇത് നല്ലതാണെന്ന് പറയാൻ തിടുക്കം കാട്ടി? അവർ പറയുന്നിടത്ത് ചെയ്യേണ്ടതല്ലേ? ഇല്ലെങ്കിൽ ഏറ്റവും സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്ത് ചെയ്യാമെന്നിരിക്കുക അതിനേക്കാൾ ദുരൂഹമായിട്ട് അങ്ങോട്ട് പോകുന്നു. അത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടറുടെ രാഷ്ട്രീയ പശ്ചാത്തലം ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അയാൾ പഠിക്കുന്ന കാലത്തും ഇപ്പോൾ ജോലി ചെയ്യുമ്പോഴുമൊക്കെ അയാളുടെ രാഷ്ട്രീയ ചായ്വും. അപ്പോൾ അയാളുടെ ഫൈൻഡിങ്സിൽ ദുരൂഹതയുണ്ട്. പിന്നെ 2, ഇനിയൊരു റീപോസ്റ്റ്മോർട്ടത്തിനുള്ള സാധ്യത പോലും അടച്ചുകൊണ്ട് ഈ ബോഡി അത് ബേൺ ചെയ്തു പോയല്ലോ. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് ബേൺ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിസ്ര എടുത്തു വെച്ചിരുന്നു, ആന്തരാവയവങ്ങളുടെ സാമ്പിൾ എടുത്തു വെച്ചിരുന്നു, വേണ്ടി വന്നാൽ പിന്നീട് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതും ഉണ്ടോ എന്ന് അറിയില്ല ഈ കേസിൽ. അപ്പോൾ ഇത്തരം ഒരുപാട് പൊരുത്തക്കേടുള്ളതുകൊണ്ട് ഇതിനെ പെട്ടെന്നൊരു ആത്മഹത്യാ സ്റ്റോറിയാക്കി മാറ്റി ഈ കേസ് ആ ലെവലിലേക്ക് അന്വേഷിക്കുന്ന ഒരു രീതിയാണ് നിലവിൽ ഇരിക്കുന്നത്. അത് പോരാ എന്ന് ഉറ്റ ബന്ധുക്കളെല്ലാം ആവശ്യപ്പെടുന്നു.
ഇപ്പോൾ ഈ നവീൻ ബാബു എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഭാര്യയുമായി ഷെയർ ചെയ്യുമായിരുന്നു. അന്ന് രാത്രിയിലും പറഞ്ഞത് ഇങ്ങനെ കുറേ പ്രശ്നമുണ്ട്, ഞാൻ ആകെ ടെൻസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ കുഴപ്പമില്ല, ട്രെയിൻ കയറി വാ, നമുക്ക് സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് അത്രയും വിശ്വാസമുള്ള ഈ മഞ്ജുഷ എന്ന് പറയുന്ന ഭാര്യ അറിയാതെ കളക്ടർ എടുത്തു പോയി താൻ കുറ്റസമ്മതം നടത്തിയതാണ് നവീൻ ബാബു പറഞ്ഞത്. അപ്പം മഞ്ജുഷ പറഞ്ഞത് ഒരു കാരണവശാലും ആ കളക്ടറുമായിട്ട് നല്ല ബന്ധമല്ല, അങ്ങനെ ചെയ്യില്ല. അപ്പോൾ കളക്ടർ വരെ ഇവിടെ കള്ളം പറയുന്ന ഒരു സംശയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വന്തം ഭർത്താവിനെ നഷ്ടപ്പെട്ട ഈ മഞ്ജുഷ, 2 വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത 2 പെൺമക്കൾ, അപ്പോൾ അവരുടെ ഒരു നീതിക്ക് വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥന, അപ്പോൾ അത് ഹൈക്കോടതി കേൾക്കുമായിരിക്കില്ലേ മനുഷ്യത്വപരമായി? സാധാരണ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ഒരു 60-70% വരെ ഹൈക്കോടതി അവർക്ക് അനുകൂലമായൊരു വിധി വരുമെന്ന് തന്നെയാണ്. പക്ഷേ പിന്നീട് നമ്മളൊരു 30% റിസർവേഷൻ വെക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിനകത്ത് തെളിവുകളും രേഖകളും ഒക്കെയാണ് അടിസ്ഥാനമായി ഒരു നിയമ സ്ഥാപനം അതിൻ്റെ വിധി പറയാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊരു 30% സാധ്യത കോടതിയുടെ നിഗമനത്തിന് വിടണം. അപ്പോൾ ഇൻ കേസ് പല കാരണങ്ങൾ കൊണ്ടും ഈ കേരള പോലീസിലുള്ള വിശ്വാസം കൂട്ടി ഉറപ്പിക്കുന്ന കോടതി, അതും കോടതിയുടെ പരാമർശങ്ങളിൽ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞാലും അവർക്ക് ഇനിയും വാതിലുകളെല്ലാം അടഞ്ഞിട്ടില്ല, അങ്ങനെയും വരാം. അതും ഈ കോടതിയുടെ പരിഗണനയിൽ വരും. ഇപ്പോൾ ഇവിടെ ഞാൻ കൊടുത്തില്ലെങ്കിലും അവർ മേൽക്കോടതി പോകും. ആ സാധ്യതയും കൂടെ പരിഗണിക്കണം. പക്ഷേ ഇത് വളരെ സെൻസേഷണലായ ഒരു കേസായതുകൊണ്ട് കോടതി ഇത് മിക്കവാറും CBIക്ക് വിടാനായിരിക്കും ഇരിക്കുക. MV ഗോവിന്ദൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണം കൃത്യമായ ദിശയിലാണ് പോകുന്നത്. മഞ്ജുഷയ്ക്ക് സ്വന്തം ഭാര്യയ്ക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ ശരി, CBI അന്വേഷണം വരട്ടെ എന്ന് എന്താ സർക്കാരിന് തീരുമാനം എടുക്കാത്തത്? അപ്പോൾ ഇതിനകത്ത് ആരെയൊക്കെയോ സംരക്ഷിക്കാനായിട്ട് CPM ശ്രമിക്കുന്നുണ്ടോ? അപ്പോൾ ഒപ്പം നിൽക്കുന്നുണ്ടെന്ന് മഞ്ജുഷയുടെ അടുത്ത് പറയുകയും ഇപ്പുറത്ത് നിന്നിട്ട് പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ദിവ്യ ഉൾപ്പെടെ ഉള്ളവരെ, അല്ലെ ദിവ്യയ്ക്ക് പിന്നിലുള്ളവരെ ആരെയൊക്കെയോ സംരക്ഷിക്കാൻ പാർട്ടി ശ്രമിക്കുന്നു എന്ന് ചോറ് ഉണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും അല്ല, പാർട്ടി പറയുന്നതും പാർട്ടി നേതാവ് പറയുന്നതും വിശ്വസിക്കുമെങ്കിൽ ആ പാർട്ടിയിൽ അനുഭാവിയെങ്കിലുമായ മഞ്ജുഷ തീർച്ചയായിട്ടും ഇങ്ങനൊരു ഹർജിയായിട്ട് പോകില്ലല്ലോ. പാർട്ടിയിൽ എനിക്ക് വിശ്വാസമാണ്. പാർട്ടിയുടെ രീതി അനുസരിച്ച് പാർട്ടി പറയുന്നത് പോലെയും ഗവൺമെൻറ് തീരുമാനിക്കുന്നത് പോലെയും അന്വേഷണം പോകട്ടെ എന്ന് അവർക്ക് പറയാൻ തോന്നുന്നില്ലല്ലോ. അപ്പോൾ അവർക്ക് സ്വീകാര്യമല്ല. എന്നാൽ അവരോടൊപ്പം നിൽക്കുന്ന പാർട്ടി എന്തുകൊണ്ട് അവർക്ക് സ്വീകാര്യമായ ഒരു അന്വേഷണത്തിനെ തടയുന്നു? ഗവൺമെൻറ്റല്ലേ എതിർക്കുന്നത് CBI അന്വേഷണം വേണ്ട എന്ന്. അപ്പോൾ ഇവിടെ പാർട്ടിയോടുള്ള കൂറൊക്കെ അവർ വിട്ടുകളഞ്ഞു. അവർക്കുള്ള തീവ്രമായ ആൾനാശവും നഷ്ടമാണ് അവരെ നയിക്കുന്നത്. ആ നഷ്ടത്തിന് കാരണക്കാരായവർ കൊലപാതകികളാണെന്നും അതിന് അവർക്ക് ശിക്ഷ കിട്ടണമെന്നും അവരാഗ്രഹിക്കുന്നു. അവരതിനുള്ള മാർഗം തേടിയാണ് കോടതിയിലെത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കോടതിയുടെ വിധി വരാൻ കാത്തിരിക്കുകയും നമ്മൾ ഇതിനെപ്പറ്റി ഒരു മുൻവിധി നടത്തുന്നില്ല. മുൻവിധി നടത്തുന്നില്ലെങ്കിലും പൊതുസമൂഹം ആഗ്രഹിക്കുന്ന ഒരു നീതി ഉണ്ട്. അതിൽ കോടതി മാനിക്കും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.